ഗിഫ്റ്റ് ആയിട്ട് തന്നൊരു കവേഴ്സ് ആട്ടാ. ഇതൊക്കെ ക്രാഫ്റ്റ് ചെയ്യാനാണ് തന്നത്. മുൻപ് ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ജേണൽ ബുക്ക് ഒക്കെ മീഷോയിൽ ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ നല്ല വിലയുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഹോം മെയ്ഡ് ഒരു ജേണൽ ബുക്ക് ഉണ്ടാക്കിയാലോ അത്. അപ്പൊ നിങ്ങൾ റെഡി അല്ലേ? ഇതിപ്പോ ഒരു കാല് കവറാണ്. ഇതിന്റെ 3 സൈഡും പേജ് പോലെ കട്ട് ചെയ്തെടുക്കുക. എല്ലാ കവേഴ്സും അങ്ങനെ ചെയ്തെടുക്കണം. എന്നിട്ട് ടോട്ടൽ കവേഴ്സ് പകുതിയാക്കിയിട്ട് 2 പോർഷൻ ആക്കി എടുക്കാം. അങ്ങനെ ഒരു പോർഷനിൽ നിന്ന് ഒരു കവർ എടുത്തുകൊണ്ട് അതിന്റെ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും നടുഭാഗം ഒഴിവാക്കിക്കൊണ്ട് ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കുക. അത് ഇതിൽ കാട്ടുന്ന പോലെ എല്ലാ പേജും സെയിം ആയിട്ട് ചെയ്യാം. ഇനി നമ്മൾ മാറ്റി വെച്ച പോർഷനിൽ നിന്ന് ഒരു കവർ എടുത്തുകൊണ്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്തതിൻ്റെ സെൻറ്റർ പോർഷൻ ഈ പേപ്പറിൽ മാർക്ക് ചെയ്തുകൊണ്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ പേജസും സെയിം ആയി ചെയ്യാം. ഇനി ഒരേ പാറ്റേണിൽ വരുന്ന പേജസ് ഒന്നിച്ച് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി ഇതിൻ്റെ മെയിൻ ടാസ്കിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം കട്ട് ചെയ്ത പേപ്പേഴ്സിൻ്റെ ലെഫ്റ്റ് സൈഡ് മടക്കി കൊടുത്തിട്ട് രണ്ടാമത് കട്ട് ചെയ്ത പേപ്പേഴ്സിൻ്റെ സെൻറ്ററിലൂടെ കടത്തി കൊടുക്കാം. Now your journal book is ready. അപ്പോൾ ഗൈസ് നമ്മുടെ ഹെയർ സ്റ്റിക്ക് ആയിട്ടുള്ള ജേണൽ ബുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ജേണൽ ബുക്കിൻ്റെ കവർ പേജും പിന്നെ ഫസ്റ്റ് ജേണലൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ ചെയ്യൂലേ? പിന്നെ നിങ്ങൾ ജേണൽ ബുക്ക് ഇപ്പോൾ തന്നെ റെഡിയാക്കി വെക്കണം കേട്ടോ. ഒന്നുമില്ല, നമ്മൾ സാധനം വാങ്ങണമൊക്കെ ഇതേപോലത്തെ കവേഴ്സ് ഇഷ്ടംപോലെ കിട്ടും. അത് സേവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് തന്നെ സ്വന്തമാക്കിയ ഒരു ജേണൽ ബുക്കും കിട്ടും. പിന്നെ ഇപ്രാവശ്യം നമുക്ക് 200-300 ആയിട്ട് സേവ് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം. ബൈ ബൈ.